ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഉറപ്പിച്ചു തന്നാൽ, ജാമ്യം തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരും എന്ന് പറഞ്ഞിട്ടുള്ള നാലാമത്തെ കാര്യം, വഹ്ഫളു ഫുറൂജക്കും, നിങ്ങളുടെ രഹസ്യഭാഗം, ഗുഹ്യഭാഗം, ഔറത്തിന്റെ ഭാഗം ഒരു തെറ്റുമില്ലാതെ സൂക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരും, വാങ്ങിത്തരും എന്നുള്ള കാര്യം ഗ്യാരണ്ടി. ഒരു ഹറാമിലും പെടരുത്, ഒരു തെറ്റായ കാര്യം ചെയ്യരുത്. ഹറാമുകൾ വ്യാപിച്ചു വരുന്ന കാലമാണ്. വിവാഹത്തിന് മുമ്പ് തന്നെ വൃത്തികേടുകൾ അനുഭവിച്ച കോളേജ് കാലമാണ്. ഈ കാലത്തു നിന്നൊക്കെ നമ്മളെ മക്കളെ രക്ഷപ്പെടുത്തണം. ഹറാമില്ലാത്ത ജീവിതം ഉണ്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് ശക്തി പകരുന്ന ഒരു ആശയമാണ് അഞ്ചാമത്തത് പറയുന്നത്. അത് വിശദീകരിക്കുമ്പോൾ തന്നെ 4ഉം 5ഉം വിശദീകരിക്കപ്പെടും. അഞ്ചാമത്തത് അവിടുന്ന് പറയാണ്, വഗല്ലു അബ്സാറക്കും, നിങ്ങളെ കണ്ണ് ഹറാമില്ലാത്ത കണ്ണായിരിക്കണം, ഹറാമിനെ തൊട്ട് ചിമ്മുന്ന കണ്ണായിരിക്കണം, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരും. മുത്തനബിയല്ലേ പറയണത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കളവ് പറയാത്ത നേതാവല്ലേ പറയണത്. കണ്ണ് സംരക്ഷിച്ചാൽ ഒരാൾക്ക് നന്നാവാൻ കഴിയും. മനുഷ്യൻ ചെയ്യുന്ന ഏറെക്കുറെ തെറ്റുകളുടെയും അടിസ്ഥാനം കണ്ണായിരിക്കുമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മിൻഹാജുൽ ആബിദീനിൽ പറയുന്നുണ്ട്. അതാണ് വേറെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കണ്ണിനെ സംരക്ഷിച്ചാൽ തകൂനു മഈ ഫിൽ ജന്ന, മോനെ നീ എന്നെ കാണത്തക്ക വിധത്തിൽ സ്വർഗത്തിൽ ഉണ്ടാകും എന്ന് അവിടുന്ന് പറയുന്നു. തല മുതൽ കാല് വരെയുള്ള ഇത്ര അടിയുള്ള മനുഷ്യന്മാരായ നമ്മൾ ആകപ്പാടെ ചെയ്യേണ്ടത് കണ്ണ് ചിമ്മാനാണ്. കണ്ണ് ചിമ്മാൻ ഇനി വേറെ JCBയെയോ പഞ്ചായത്ത് നിന്ന് ആരെങ്കിലും ഒന്ന് വിളിക്കണ്ട. കൺപോള അള്ളാഹു അവിടെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് പൂട്ടിയാൽ മതി, വേറൊന്നും വേണ്ട, വേറെ ഒന്നും വേണ്ട. കണ്ണാണ് ജീവിതത്തിന്റെ കണ്ണ്. കണ്ണ് സംരക്ഷിച്ചാൽ അയാൾ നന്നാവും, ഷുവർ. കണ്ണുകൊണ്ട് കാണുന്ന ഹറാമിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് വേഗം ഹൃദയത്തിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഒരാൾ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ അത്യാവശ്യം സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ആക്കി ട്രാഫിക് ലൈറ്റിന്റെ അടുത്ത് എന്നോട് കണ്ണാടി നോക്കൂ, അതിന് മാത്രമല്ല ഞാനുണ്ടാ, എന്നോട് തന്നെയാണ്. പിന്നെ ആ പെൺകുട്ടി സ്കൂട്ടി എടുത്തിട്ട് പോയി. 2.5 മണിക്കൂറേക്ക് ആ പെണ്ണെന്നെ ആയിരിക്കും മനസ്സിലുണ്ടാവുക. ഇതാണ് ഈ കണ്ണിന്റെ പ്രശ്നം. ആ പെൺകുട്ടി ഫസ്റ്റ് ഫ്ലോറിലുള്ള തന്റെ ഹസ്ബൻഡിനോട് പറയും, ഞാൻ പോട്ടെ, നിങ്ങളോട് തന്നെ മനുഷ്യൻ ഞാൻ പോട്ടെ. അതാണ് ഈ പൊട്ടം വിചാരിച്ചേക്കുന്നത് എന്നോട്. അനാവശ്യമായി 2.5 മണിക്കൂർ ഹൃദയം ചീത്തയാവും. അതാണ് പ്രശ്നം. പിന്നെ എപ്പോ അയാൾ ആ ട്രാഫിക്കിന്റെ അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴുണ്ടാവും. ഇതാണ് കണ്ണിന്റെ ഒരു പ്രശ്നം. കണ്ണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കണ്ണ് എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ അമ്പാണ്. ഇബ്ലീസിന് ഒരാളെ ചതിയിൽ വീഴ്ത്തണം എന്നുണ്ടെങ്കിൽ കണ്ണുകൊണ്ടാണ് കളി തുടങ്ങുന്നത്, കണ്ണുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത്. അതാണ് ഒരാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അയാൾ 75% അല്ലെങ്കിൽ 70% അയാൾ നന്നായി, അയാൾ മുത്തഖിയായി, അയാൾ ശുദ്ധിയായി. ബാക്കി നന്നാവാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്, ഒന്ന് നോക്കി ചെയ്യുമല്ലോ എന്ന് ഹദീസിൽ ഉണ്ട്. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഒരാൾ 3-ൽ 2 നന്നാവുന്നത്? കല്യാണം കഴിച്ചാൽ എന്താ ഒരാൾ പെട്ടെന്ന് നന്നാവാനുള്ള കാരണം? കല്യാണം കഴിച്ച ഒരാൾ നന്നാവും. എങ്ങനെ? കല്യാണം കഴിച്ചാൽ 3-ൽ 2 ഭാഗം മുത്തഖിയായി, ബാക്കി നോക്കിയാൽ മതി എന്നല്ലേ പറയണത്? അതെ. അതെങ്ങനെ ഉണ്ടാവും ഉസ്താദേ? കല്യാണം കഴിക്കലുണ്ട് ഒരാൾ നന്നാവും. ആർക്കാ സംശയം? 3ആൾക്കാ എണീറ്റേക്ക് കേട്ടോ. ഓ 3ആളും ചെറുപ്പക്കാരനല്ല, കല്യാണം കഴിച്ച ഇല്ല, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് സംശയം. യാ മഅ്ശറ ശബാബ്, ഓ ചെറുപ്പക്കാരെ, മനിസ്തതഅ മിൻകുമുൽ ബാഅ, മഹറും ചെലവിന് കൊടുക്കാനൊക്കെ പൈസ ഉണ്ടോ? ബിസിനസ്സാ? ഓക്കെ, എങ്കിൽ ഫല്യതസവ്വജ്, നിങ്ങൾ കല്യാണം കഴിക്ക്. കല്യാണം കഴിച്ചാൽ നന്നാവും. എന്താ കാരണം? അതാ ഹദീസിൽ പറയുന്നു, ഫഇന്നഹു അഗല്ലു ലിൽ ബസർ, ഫഇന്നഹു അഗല്ലു ലിൽ ബസർ, കണ്ണ് നന്നാകും കല്യാണം കഴിച്ചാൽ. കല്യാണം കഴിച്ചാൽ കണ്ണ് നന്നാവും. നേരത്തെ പറഞ്ഞത് കല്യാണം കഴിച്ചാൽ
മുത്തഖിയാവും. കണ്ണ് നന്നായാൽ മുത്തഖിയാവും. കണ്ണ് നന്നായാൽ രഹസ്യഭാഗം നന്നാവും, ഉറപ്പല്ലേ? അപ്പോഴാണ് മുത്തഖിയാവലും ഖൽബ് നന്നാവലും. അതുകൊണ്ടല്ലേ ടോയ്ലറ്റിൽ നിന്ന് പോയിട്ട് വരുമ്പോ അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖ്, എന്റെ ഖൽബിൽ നിഫാഖ് തരലേ അല്ലാ, എന്നെ മുനാഫിഖാക്കല്ലേ അല്ലാ, എന്റെ ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാ. വെറുതെ ദുആ പോലെ ശേഷം പറയുന്ന ദുആയോടൊപ്പം ജീവിതം ഉണ്ടാവണം. അതെന്താ? വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്, ഔറത്തിന്റെ ഭാഗം കൊണ്ട്, രഹസ്യമായ ഭാഗം കൊണ്ട് ഒരു തെറ്റും ചെയ്യാതിരിക്കുക. കാരണം പിന്നെ പറഞ്ഞിട്ട് റിസൾട്ട് ആദ്യം പറഞ്ഞ ദുആ ആണത്.